എന്താണ് ഗിഫ്റ്റ് സിറ്റിക്ക് തടസ്സമായത്? ഗിഫ്റ്റ് സിറ്റി പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അതെ, ആ പ്രൊജക്റ്റ് വരാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെതിരെ ആ പ്രദേശത്തുള്ള ആളുകളെയും ആദ്യം സമരം ചെയ്തു. ഇപ്പോഴത്തെ അങ്കമാലി എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ സമരം ജയിപ്പിച്ചത് ആളുകളെ കൊണ്ട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രൊജക്റ്റ് കേരളത്തിൽ വരികയും അന്താരാഷ്ട്ര എയർപോർട്ടിനോട് അടുത്ത് ഇത്രയും വിപുലമായ ഒരു പരിപാടി വരെയും ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലം വികസിക്കുന്ന ഒരു വലിയൊരു പരിപാടിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അന്ന് ചില കുലിസിത താല്പര്യക്കാരുടെ കൂടെ നിന്ന് അങ്കമാലി എം എൽ എ അതിനെതിരെ സമരം ചെയ്യുകയും അത് വന്നാൽ വലിയ പ്രത്യാഘാതം ഈ നാട്ടിലുണ്ടാകും, അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നയിക്കുന്നു പറഞ്ഞുകൊണ്ട് സമരം നടത്തി. സമരം എത്ര നാളങ്ങനെ സമരം നീണ്ടുപോയി? 2-3 കൊല്ലക്കാലം ആ പദ്ധതി മരവിച്ച് അവിടെ നിന്നു. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇതിൻ്റെ കുറേ ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെടുന്ന കുറേ ആളുകളും അതുപോലെ തന്നെ ഈ പ്രദേശത്തൊരു വികസനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇതിന് കൂട്ടായ്മ ഉണ്ടാക്കിയവർ. അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കി മുൻപിലേക്ക് വരാൻ തുടങ്ങി. അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ സർക്കാരുമായിട്ട് സംസാരിച്ചു. നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തി. ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഇതൊക്കെയാണ് പദ്ധതികളായിരുന്നത്. ഇതിൻ്റെ വിലയുടെ കാര്യത്തിൽ ഇപ്പം ഏതൊരു സ്ഥലം നമ്മൾ അക്വയർ ചെയ്യാൻ പോയി കഴിഞ്ഞാലും 1 രൂപയുടെ വിലയുള്ള സാധനം 5 രൂപ കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ ഒരു മനുഷ്യരും ഇല്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ അതിൻ്റെ അകത്ത് 1 രൂപ എന്നുള്ളത് ഒരു 1.5 രൂപ, 1 രൂപ എനിക്ക് കിട്ടുള്ളൂ. അതിന് 1.5 കിട്ടാന്ന് വന്നാൽ നമ്മൾ പയ്യെ ശരിയാണല്ലോ, ഒരു മാന്യമായ വില നമുക്ക് കിട്ടിയില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മൾ കാര്യങ്ങളെത്തും. അങ്ങനെ ആ പ്രദേശത്ത് 10-50 മീറ്റർ താഴ്ചയുള്ള പാറമടകൾ വരെയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഇത്രയും ലക്ഷം രൂപ സെൻറ്റിന് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആളുകളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗം ആളുകൾ വെറുതെ ഇതിൻ്റെ അകത്തൊരു പ്രക്ഷോഭം ഉണ്ടാക്കുന്നതാണെന്നൊക്കെ മർമറിങ്ങിലൂടെ ആളുകൾക്ക് മനസ്സിലായി. അവർ ഇത് കൊടുക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് 800 കോടി രൂപ എന്ന സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിന്ന് വകയിരുത്തി മാറ്റിവെക്കാൻ തീരുമാനിച്ചല്ലോ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അനുമതി നമുക്ക് വേണം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി ഗിഫ്റ്റ് സിറ്റി എന്ന പേര് നമുക്ക് പറ്റില്ല. അത് വേറെ ചില എന്താ പറയുക വിഭാഗങ്ങൾക്കായിട്ട് ചില കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെച്ചേക്കാണ്. അപ്പം അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ പേര് മാറ്റാം. എങ്ങനെയാണ് നമുക്ക് പേര് മാറ്റേണ്ടതെന്ന് വെച്ചാൽ പേര് മാറ്റാം. ആ പേര് മാറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന വ്യവസായ വകുപ്പുമായിട്ടുള്ള അതിൻ്റെ ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് 2 മാസം മുമ്പ് വരെ വ്യവസായ വകുപ്പ് മന്ത്രി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുള്ളൊരു കാര്യമാണ്. അങ്കമാലി അദ്ദേഹത്തിൻ്റെ അടുത്ത മണ്ഡലമാണ്, താല്പര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അതിനുള്ള തുക കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അടുത്ത ഗവൺമെൻറ് അതിൻ്റെ പദ്ധതി പൂർത്തീകരിക്കും. അതിൽ ഞങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്കിതൊക്കെ നേടിയെടുക്കാമായിരുന്നൊരു സമയം 3-3.5 വർഷക്കാലം വെറുതെ ആളുകളെ കൊണ്ട് സമരം ചെയ്യിച്ച് ഇതിനൊരു പ്രതിഷേധം സംഘടിപ്പിച്ച് ഇതിൻ്റെ അകത്ത് ആളുകൾ ഇപ്പോൾ ഈ ആളുകൾ ആരാണെങ്കിലും എന്നിട്ട് എം എൽ എയുടെ കൂടെ ഉണ്ടാകും. എന്താ സംഭവിച്ചത്? ഇവിടുത്തെ വലിയൊരു വികസന പ്രവർത്തനം സാധ്യമാക്കാതെ ആക്കിയതിൽ മുൻപന്തിയിൽ നിന്ന ആൾ ഇപ്പോഴത്തെ അങ്കമാലിയുടെ എം എൽ എ. ഈ നാട്ടിലെ ജനങ്ങളോട് സമാനം പറയണം. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ, ഒരു ഭാഗം കൊണ്ടുവരുന്ന പദ്ധതികളെ പ്രതിപക്ഷം എതിർക്കുക, പ്രതിപക്ഷം കൊണ്ടുവരുവാണെങ്കിൽ അങ്ങനെ ചോദ്യം ചിലപ്പോൾ അത് അങ്ങനെ ഉണ്ടാകാം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമ്മൾ എതിർത്ത പദ്ധതി തന്നെ പിന്നീട് ഭരണപക്ഷത്ത് വരുമ്പോൾ നമ്മൾ അതേ പദ്ധതി നടപ്പാക്കുകയും. അതെ, അതിനൊരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 കൊല്ലം മുമ്പാണെങ്കിലേ ആരെതിർത്തു എന്തെടുത്തു എന്നുള്ള കാര്യങ്ങളൊന്നും രേഖാമൂലം നമുക്ക് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് പറഞ്ഞൊരു കാര്യം ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ 25 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഡാറ്റ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒരു 25 കൊല്ലം മുമ്പ് അവനത് തുടങ്ങിയതാണ്, അവനെ എതിർത്ത്, ഇവന് തുടങ്ങിയതാണ്, ഇവന് എതിർത്തെന്ന് പറയാൻ പറ്റും. ഇന്ന് നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ലെന്ന്. നാടിന് ആവശ്യമായിട്ടുള്ള കാര്യം ആര് പ്രപ്പോസ് ചെയ്താലും, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ എം എൽ എ അങ്കമാലിയുടെ വികസന പ്രവർത്തനത്തിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതിന് ഈ ഗവൺമെൻറ് എതിരായി നിൽക്കുന്നു, അതിന് തുക അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും സമയത്ത് ഒരു സമരം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ
നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ അന്നാ MLA സമരം ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കില്ലേ? ഞാൻ MLA-യോടൊപ്പം സമരത്തിന് നിൽക്കാൻ ബാധ്യസ്ഥനാവില്ല എനിക്ക്. ഉറപ്പായിട്ടും അതിനുള്ള അവസരം തന്നോ? എന്തെങ്കിലും ചെയ്തോ?